നമസ്കാരം. 1982 കരുണാകരൻ മന്ത്രിസഭയിൽ CH മുഹമ്മദ് കോയയായിരുന്നു ഉപമുഖ്യമന്ത്രി. അക്കാലത്ത് മന്ത്രിമാർ ഉദ്ഘാടനത്തിന് ഓടി നടക്കുന്നു എന്നൊരാക്ഷേപം വന്നു. അപ്പോൾ CH ചോദിച്ച ഒരു ചോദ്യമുണ്ട്. മധുവിധു ഉദ്ഘാടനത്തിനൊഴികെ എല്ലാത്തിനും മന്ത്രി വേണം എന്നാണ് ജനങ്ങളുടെ ആഗ്രഹം. മന്ത്രിമാർ എന്തു ചെയ്യും? നമ്മുടെ നാട്ടിൽ ഒരു ചികിത്സയുമില്ലാത്ത സാംക്രമിക രോഗമായി പടർന്നു പിടിക്കുകയാണ് ഉദ്ഘാടന മഹാരോഗം. വന്ന് മന്ത്രിയില്ലാതെ ഒരു കാര്യവും നാട്ടിൽ ഉദ്ഘാടിക്കാനാവാത്ത അവസ്ഥ. പണ്ട് നിലവിളക്ക് കത്തിക്കുകയോ നാട മുറിക്കുകയോ ഒക്കെ ചെയ്താൽ ഉദ്ഘാടനമായി. ഇന്നിപ്പോൾ അത് പോരാ. എന്താണോ ഉദ്ഘാടിക്കുന്നത് ആ പ്രവൃത്തി ചെയ്തുകൊണ്ട് വേണം മന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ടത്. അതാകട്ടെ CH പറഞ്ഞതുപോലെ മധുവിധു, മുലകുടി വാരാഘോഷം, പ്രസവ വാർഡ് ഉദ്ഘാടനം, മോർച്ചറി ഉദ്ഘാടനം എന്നിങ്ങനെ മന്ത്രിക്ക് ആവതില്ലാത്ത കാര്യങ്ങൾക്ക് മാത്രമേ ഒഴിവുള്ളൂ. പാലം ഉദ്ഘാടനമാണെങ്കിൽ പാലത്തിലൂടെ പോകുന്ന ആദ്യ വാഹനം മന്ത്രിയുടേതാകണം. റിയാസ് റിവറുകളായി മാറിയിട്ടുള്ള ഇപ്പോഴത്തെ റോഡുകളുടെ അവസ്ഥ വെച്ച് പുതിയ ബസ്സുകൾ നീറ്റിലിറക്കിയാൽ പോലും അത് മന്ത്രി ഓടിച്ച് നീറ്റിലിറക്കണം എന്നായിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു ബോട്ട് സർവീസ് ഉദ്ഘാടനം ചെയ്താൽ ലൈഫ് ജാക്കറ്റ് ആദ്യം മന്ത്രിയെ കൊണ്ട് ധരിപ്പിച്ചാലേ അത് മുന്നോട്ട് നീങ്ങൂ എന്നായിട്ടുണ്ട്. ലൈഫ് ജാക്കറ്റ് ഇട്ടാൽ മുങ്ങാതിരിക്കുമോ എന്നറിയാൻ ഇതുവരെ ഒരു മന്ത്രിയെയും കായലിൽ എറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഭാഗ്യം. കുറെ കാലം മുമ്പ് തിരുവനന്തപുരം മ്യൂസിയത്തിലെ ഈ ടോയ്ലറ്റ് ഒരു മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. ഉദ്ഘാടനം ചെയ്ത ശേഷം മന്ത്രി തന്നെ ആദ്യം അതിനകത്ത് കയറി ഇറങ്ങുന്നതും കണ്ടു. എന്തെങ്കിലും സാധിച്ചോ എന്നറിയില്ല. നമ്മുടെ നാട്ടിൽ നാട്ടുകാരുടെ നികുതി വാങ്ങി പണിയുന്ന സ്ഥാപനങ്ങളും പാലങ്ങളും കെട്ടിടങ്ങളും ഒക്കെ കല്ലിടുന്നതിനും ഉദ്ഘാടനം ചെയ്യുന്നതിനും മന്ത്രിമാരെ കാത്തുകെട്ടി കിടക്കുന്നത് എന്തിനാണ്? എന്റെ കാലത്താണ് ഇത് പണിതതെന്ന് മന്ത്രിമാർക്കും അതാത് കാലത്തെ സർക്കാരിനും വീമ്പിളക്കണമെങ്കിൽ ആയിക്കോളൂ. അതിന് മന്ത്രിമാരെ കാത്തിരിക്കേണ്ടതുണ്ടോ? കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം പണിയെല്ലാം പൂർത്തിയായിട്ടും അതിലേക്ക് രോഗികളെ മാറ്റാതെ ഒരാളുടെ ജീവനെടുത്ത സംഭവം പോലും ഉദ്ഘാടനത്തിന് മന്ത്രിമാരുടെ സമയത്തിന് കാത്തിരുന്നതാണോ എന്ന് സംശയിക്കുന്നവരെ കുറ്റപ്പെടുത്താനാവില്ല. നമ്മുടെ നാട്ടിൽ മന്ത്രിമാരെ കാത്തുകിടക്കുന്ന ഉദ്ഘാടനങ്ങളുടെ നിരവധി വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഉദ്ഘാടനത്തിന് മന്ത്രിമാരെ കാത്തുകിടന്ന തണ്ണീർമുക്കം ബണ്ടിന്റെ 3ാം ഘട്ടം പ്രളയകാലത്ത് ഇവരൊന്നുമില്ലാതെ തുറന്നു കൊടുത്തില്ലേ? മന്ത്രി വരാത്തത് കൊണ്ട് ഇപ്പോൾ അതിനു മുകളിലൂടെ വണ്ടികളും താഴെ കൂടെ വെള്ളവും ഒഴുകി പോകുന്നില്ലേ? അപ്പോൾ ആർക്കാനോ വേണ്ടി ഓക്കാനിക്കുന്ന പരിപാടിയാണ് എല്ലാ ഉദ്ഘാടന മഹാമഹങ്ങളും എന്ന് വ്യക്തം. ഇതിനൊക്കെ വേണ്ടി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ധൂർത്തിന്റെ കാര്യം പറയുകയും വേണ്ട. ചിലർക്ക് ഒരു മന്ത്രി മാത്രം പോരല്ലോ. സർക്കാർ ചെലവിൽ വെട്ടിക്കിളികളെ പോലെ ഇങ്ങനെ മന്ത്രിക്കൂട്ടങ്ങൾ വരിക, എന്നിട്ട് എന്തെങ്കിലും കോമാളിത്തം കാട്ടി വാർത്ത വരുത്തിയിട്ട് പോകുക. ഇതൊക്കെ കൊണ്ട് മന്ത്രിമാർക്കും നടത്തിപ്പുകാർക്കും അല്ലാതെ ആർക്കാണ് മെച്ചം? നമ്മുടെ നാട്ടിൽ എവിടെ എന്തു പണി പൂർത്തിയായാലും അതാതിടത്തെ തദ്ദേശ ഭരണ മേധാവികൾക്ക് അത് ഉദ്ഘാടനം ചെയ്യാം എന്നൊരു ഉത്തരവാണ് ഉടൻ ഇറങ്ങേണ്ടത്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ കിട്ടുന്ന കയ്യടിയേക്കാൾ കൂടുതൽ കയ്യടിയും ആർപ്പുവിളിയും ഇത്തരം ഒരു തീരുമാനത്തിന് കിട്ടും. പരിപാടി ഏതായാലും ഉദ്ഘാടനത്തിന്റെ സ്ഥാനത്ത് മന്ത്രിയുടെയും സ്ഥലം MP-യുടെയും MLA-യുടെയും പേര് വെണ്ടയ്ക്ക അക്ഷരത്തിൽ രേഖപ്പെടുത്തണം എന്ന് ആ ഉത്തരവിൽ ചേർക്കാൻ വിട്ടുപോകരുത് എന്ന് മാത്രം. അതോടെ ആ വിഷമം അങ്ങ് മാറിക്കിട്ടും. എന്നിട്ടും ഉദ്ഘാടന ക്രിമികടി മാറാത്ത മന്ത്രിമാരുണ്ടെങ്കിൽ മന്ത്രി ഓഫീസിൽ തന്നെ സ്ഥിരമായി നാട മുറിക്കാനുള്ള ഒരു സംവിധാനം തയ്യാറാക്കി വെക്കുക. ഇടയ്ക്കിടെ ഉദ്ഘാടനത്തിന് മുട്ടുമ്പോൾ മന്ത്രി ഓഫീസിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള നാട അങ്ങ് മുറിച്ചേക്കുക. അത് ലൈവായി നാട്ടുകാരെ കാണിക്കുക. പ്രശ്നം തീരില്ലേ? ചുമ്മാ ഉദ്ഘാടനം എന്ന പേരിൽ തെക്കുവടക്ക് നടക്കാതെ ആ സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ മുന്നിലിരിക്കുന്ന ഫയലുകളിലെ ജീവിതങ്ങളെ കാണുക. അല്ലെങ്കിൽ ഫയലുകളിൽ പാമ്പുകൾ ജീവിക്കും.